അനാമിക ദേവ്. ഞാൻ മാലൂർ യു.പി. സ്കൂളിൽ 6ാം തരം വിദ്യാർത്ഥിയാണ്. നമ്മുടെയെല്ലാം വീടുകളിൽ അനാവശ്യമായി വലിച്ചെറിയുന്ന സാധനങ്ങൾ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണല്ലോ. ക്ലാസ് കഴിഞ്ഞുള്ള ഇടവേളയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മുറിച്ച് അതിൽ ചെടി നട്ടതാണ് ഇത്. അതുപോലെ തന്നെ പെയിന്റിന്റെ പാട്ടുകൾ മണ്ണ് നിറച്ച് നമുക്ക് ചെടി നടാം. ഇതിവിടെ അനാവശ്യമായി കിടന്ന ഒരു ടയറായിരുന്നു. അത് ഞാൻ മുറിച്ച് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഞാൻ അതിൽ ചെടി നട്ടു. ഇത് എൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടായിരുന്ന പൊട്ടിപ്പോയ ചില്ല് പാത്രമാണ്. ഇതിൽ ഞാൻ ചെടി നട്ടു. ഇതൊക്കെ ഞാൻ കുപ്പികൾ മുറിച്ച് നട്ടതാണ്. ചായക്കപ്പിൽ പിടി പൊട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ ചെടി നട്ടു. ഇത് ജാം തീർന്നപ്പോൾ അതിൻ്റെ പാട്ട കൊണ്ട് അതിൽ ചെടി നട്ടു. ഇത് ഓടിൻ്റെ സൈഡിൽ വയ്ക്കുന്ന പാത്തി ഇതുപോലെ മുറിച്ച് ഇതിൽ നട്ടതാണ്. ഇത് പഴയ അലൂമിനിയം ചീഞ്ചട്ടിയായിരുന്നു. ഇത് ഉപയോഗശൂന്യമായപ്പോൾ ഞാൻ ഇതുപോലെ ചെടി നട്ടു. പിന്നെ ഇത് ഹാങ്ങിങ് പോട്ട് ആക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത്. ഇനി അച്ഛനോട് പറഞ്ഞിട്ട് ആക്കണം. ഇത് വേണ്ടാത്ത ഒരു ബോട്ടിലായിരുന്നു. ഇതിൽ ഞാൻ വെള്ളം നിറച്ച് കളർ ചെടി നട്ടു. പിന്നെ ഇത് മണി പ്ലാന്റ് ആണ്. ഇത് ഒരു ചില്ല് കുപ്പിയിൽ നല്ല വർണ്ണക്കല്ലുകളിട്ട് വെള്ളം നിറച്ച് അതിലിട്ടതാണ്. ഇത് വീട്ടിൽ വേണ്ടാത്ത ഒരു തക്കാളിക്കൊട്ടയായിരുന്നു. ഇതിൽ ഞാൻ സഞ്ചി ചുറ്റോടും വെച്ച് ചെടി നട്ടു. ഇതുപോലെ ഇതുപോലെ വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് പണ്ട് ഉപേക്ഷിച്ച ഒരു തൂണായിരുന്നു. ഇത് കുഴിച്ച് അതിൽ പിന്നെ ഒരു ചെടി വെച്ചു അതിൻ്റെ മേലെ. അതുപോലെ ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു ബോട്ടിലാണിത്. ഇതിൽ പെയിൻ്റ് അടിച്ച് മുത്തൊട്ടിച്ചതാണ്. പിന്നെ ഇത് അനാവശ്യമായി കിടന്ന ഒരു തുണി കൊണ്ട് ഞാനും എൻ്റെ അമ്മയും കൂടി റോസാപ്പൂവ് പോലെ ഉണ്ടാക്കിയതാണ്. ഇതും അതുപോലെ തന്നെ ഒരു കുപ്പി ഇതേപോലെ വെച്ച് കടലാസ് പൂ. ഇതുപോലെ വേണ്ടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് മുറ്റത്ത് ചെടികൾ നടാം. നന്ദി.